എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിരിയുടെ മറവിൽ കണ്ണീരൊളിപ്പിച്ച ചില മനുഷ്യന്മാരുണ്ട് നമുക്കിടയിൽ. ഇവരുടെ പെരുമാറ്റത്തിൽ നിന്നും ഇത്തരം ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പുറമേയുള്ളവർക്ക് മനസ്സിലാകില്ല. എല്ലാ ദുരിതങ്ങളെയും ചിരിച്ചുകൊണ്ട് ഈ ആളുകൾ നേരിടുകയും ചെയ്യും. എന്നാൽ ചിരി മായുമ്പോൾ, ആൾക്കൂട്ടം അകലുമ്പോൾ അവരൊരു ചോദ്യചിഹ്നമായി സ്വയം ഒറ്റപ്പെടും. ഇക്കൂട്ടർ വേദന ഉള്ളിലൊതുക്കി ജീവിക്കുകയായിരിക്കും. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു വലിയ രഹസ്യ അറയുണ്ട്. അവിടെ നമ്മൾ മറ്റാരും കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ചില സങ്കടങ്ങൾ, ഭയങ്ങൾ, മുറിവുകൾ എന്നിവ സൂക്ഷിക്കാറുണ്ട്. എന്തിനാണ് ചിലർ ഈ വേദനകളെ പുറത്താരും അറിയാതെ കൊണ്ടു നടക്കുന്നത്? ഇക്കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എന്തിനാണ് ചിലർ തങ്ങളുടെ വേദനകളെ ഹൈഡ് ചെയ്ത് കൊണ്ടു നടക്കുന്നത്? അതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഞാൻ ദുർബലനാണെന്ന് മറ്റുള്ളവർ കരുതുമോ എന്ന ചിന്ത. നമ്മുടെ സമൂഹം പലപ്പോഴും സങ്കടപ്പെടുന്നവരെയും സഹിക്കാൻ ശക്തിയില്ലാത്തവരെയും തള്ളിപ്പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രോങ് ആയിരിക്കണം എന്ന ചിന്തയിൽ ആളുകൾ അവരുടെ സങ്കടങ്ങളെ പുറത്തു പറയാൻ മടിക്കുകയാണ്. രണ്ടാമത്തതും, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനുള്ള മടി. എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് മറ്റൊരാളുടെ സന്തോഷം എന്തിനാണ് കളയുന്നത് എന്ന ചിന്ത. തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഭാരമാവാതിരിക്കാൻ അവർ സ്വയം വേദന കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുപോലെ മുൻപ് കിട്ടിയ മോശം അനുഭവങ്ങൾ കൊണ്ട് ഇപ്പോൾ തുറന്നു പറയാൻ മടിക്കുന്നതുമാകാം. ചിലപ്പോൾ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ പരിഹാസം നേരിട്ടവരും വേണ്ടത്ര പിന്തുണ ലഭിക്കാത്തവരും ഉണ്ടാകാം. ആ മുറിവുകൾ അവരെ കൂടുതൽ നിശബ്ദരാക്കുകയാണ് ചെയ്യുന്നത്. ഈ വേദനയെ ഉള്ളിൽ അടക്കി വെക്കുന്നത് ഒരു താൽക്കാലിക ആശ്വാസം നൽകിയേക്കാം. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ ഇത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ഓരോ സങ്കടവും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ദോഷകരമായി ബാധിക്കുമെന്ന് തിരിച്ചറിയണം. വിഷാദം, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് ഇത് വഴി തുറക്കും. ഉള്ളിലൊതുക്കിയ വികാരങ്ങൾ ഒരു ദിവസം വലിയ ഒരു രീതിയിൽ പൊട്ടിത്തെറിക്കാൻ കാരണമാകും. ഉള്ളിലെ വേദന മറയ്ക്കാൻ വേണ്ടി നമ്മൾ ആളുകളിൽ നിന്ന് അകന്നു മാറാൻ തുടങ്ങും. ഒറ്റപ്പെടൽ കൂടുമ്പോൾ അത് കൂടുതൽ വേദനയിലേക്ക് നയിക്കും. മറ്റാളുമായി വൈകാരികമായി അടുക്കാൻ അവർക്ക് കഴിയാതെ വരും. ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കും. ആദ്യം ചെയ്യേണ്ടത് സങ്കടപ്പെടുന്നത് മനുഷ്യസഹജമാണ് എന്ന് തിരിച്ചറിയുക എന്നതാണ്. നമുക്ക് ഇമോഷൻസ് ഉണ്ടെന്നും അത് പ്രകടിപ്പിക്കുന്നത് മോശം കാര്യമല്ലെന്നും തിരിച്ചറിയുക. മനുഷ്യനാണ്, മെഷീൻ അല്ലെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ വേദനകളെ വിലയിരുത്തുകയോ പരിഹസിക്കുകയോ ചെയ്യാത്ത ഒരാളുമായി സംസാരിക്കുക. അതൊരു സുഹൃത്താകാം, കുടുംബാംഗമാകാം, അല്ലെങ്കിൽ ഒരു കൗൺസിലറാകാം. മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ വലിയൊരു ഭാരം ഒഴിഞ്ഞു പോകുന്നതിന് തുല്യമാണ്. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ഡയറിയിൽ എഴുതാം. എഴുത്തിലൂടെ നിങ്ങളുടെ വികാരങ്ങൾക്കൊരു രൂപം നൽകാനും അവയെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കും. വേദന നിയന്ത്രണാതീതമാവുകയാണെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടാൻ മടിക്കരുത്. മാനസികാരോഗ്യം ഒരു ചികിത്സ ആവശ്യമുള്ള വിഷയം തന്നെയാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ വികാരങ്ങൾ വിലപ്പെട്ടതാണ്. മുറിവുകൾ ഉണങ്ങണമെങ്കിൽ അതിന് ആവശ്യമായ സമയം നൽകണമെന്ന് തിരിച്ചറിയുക.